എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് മോർണിംഗ് വ്ളോഗല്ലേ കാണിക്കുന്നത്. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കേശുവിനെ കൊണ്ടാക്കുന്നതാണ് എപ്പോഴും കാണിക്കുന്നത്. അപ്പൊ അത് മാറ്റിയിട്ട് ഇന്ന് കേശുവിനെ വിളിക്കാൻ പോണത് തൊട്ട് എടുക്കാന്ന് വിചാരിക്കുകയാണ്. റെഡിയായി 2:25 സമയം. 2:30 ആകുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തും. 2:40 ആകുമ്പോൾ ഇറക്കും. അവിടെ ക്ലാസ്സിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരും. ഇറക്കിക്കൊണ്ട് വരുമ്പോഴേ അവിടെ അതിലേക്കൂടെ നോക്കണത് അച്ഛനും അമ്മയും ഉണ്ടാവണ്ടെന്നാണ്. പിള്ളേരെല്ലാം ഇങ്ങനെയല്ലേ. അപ്പൊ കേശുവും പിന്നെ കേശുവിന്റെ ഒരു ഒരു നാല് മൂന്നാല് രണ്ട് നാല് നമ്മളൊരു 5 പിള്ളേരെ ഉള്ളെന്ന് തോന്നുന്നു. എന്നും പോയി നമ്മൾ പിക്ക് ചെയ്യണത്. ബാക്കി എല്ലാവരും ബസ്സിലാണ്. അപ്പൊ ഇനി ഒന്ന് റെഡി ആവട്ടെ. ചേട്ടൻ ഇപ്പൊ കടയിൽ നിന്നൊക്കെ വന്ന് വിളിക്കാനും നമ്മൾ രണ്ടാളും കൂടെയാണ് പോണത്. അപ്പൊ കുറെ പേര് ചോദിച്ചിരുന്നു എന്തിനാ അങ്ങനെ പോണത്, ചേട്ടൻ മാത്രം പോയാൽ പോരെ, അല്ലെങ്കിൽ ചേച്ചി മാത്രം പോയാൽ പോരെ എന്ന്. ഇതാണ് നമുക്ക് ഇഷ്ടം. കേശുവിന് നമ്മൾ രണ്ടുപേരും കൂടെ പോയി വിളിക്കുന്നതാണ് ഇഷ്ടം. പിന്നെ നമ്മൾക്കും അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയാണിത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇതുവരെ ഒറ്റയ്ക്ക് ഞാൻ മാത്രം അല്ലെങ്കിൽ ചേട്ടൻ മാത്രം കൊണ്ടാക്കിയിട്ടില്ല. ടി വി വെച്ചിരിക്കുന്നുണ്ട് ഭയങ്കര ഇരപ്പ്. ഞാൻ മാത്രം വിളിക്കാനായിട്ട് ചിലപ്പോൾ ചേട്ടൻ മാത്രം പോയിട്ടുണ്ട്. ചിലപ്പോൾ ലേറ്റ് ആയിട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ കടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ മഴ സമയത്തൊക്കെ വിളിക്കാനായിട്ട് പോവും. പക്ഷെ കൊണ്ടാക്കാനായിട്ട് ഇതുവരെ നമ്മൾ മാത്രമായിട്ട് പോയിട്ടില്ല. സമയം ആവണതേ ഉള്ളൂ. അപ്പോ പോവാനായിട്ട് ഇതാ ഇറങ്ങി. ഇനി പോയിട്ട് വരാം. സമയമായി. ഇനിയിപ്പോ നമ്മള് ഇവിടുന്ന് മൺവിള എത്തുമ്പോഴേക്ക് അവിടെ ആള് ഇറങ്ങി വരണ സമയമായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതാണ് എന്റെ ഡ്രസ്സ്. കുറെ നാളായിട്ട്, കുറച്ച് പഴയ ഡ്രസ്സാണ്, കുറെ നാളായി ഇത് ഇട്ടിട്ട്. പക്ഷെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഞാൻ ഇടുമ്പോഴേ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരൊക്കെ പറയും ഈ ഒരു കളർ കോമ്പിനേഷൻ നല്ല രസമാണെന്ന്. അപ്പൊ ഇന്നലെ അലമാര അടുക്കി പറക്കിയപ്പോഴത്തേക്കാണ്, കുറെയൊക്കെ നമ്മൾ അടിയിലായിട്ട് പിന്നെ എടുക്കാതെ വെച്ചിരിക്കുമല്ലോ. അപ്പൊ അലമാര അടുക്കി പറക്കിയപ്പോഴാണ് വീണ്ടും ഇത് കിട്ടിയത്. അപ്പൊ ഇനി ഇതിട്ട് അപ്പൊ ഇനി അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇറങ്ങി കേശുവിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയി വിളിക്കുന്ന കുറച്ച് ഫാമിലീസ് ഉണ്ട്, കുറച്ച് പാരൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ നല്ല ബോണ്ടിങ് ആണ്. അവിടെ ചെല്ലുമ്പോഴേക്കും നല്ല രസമാണ്. എല്ലാവരുമായിട്ട് നിന്ന് കുറച്ച് സമയം സംസാരിക്കുമ്പോഴേക്കും കുട്ടികളെ വിടും. അപ്പോൾ ഞങ്ങളിതാ ആളെയും പൊക്കി എടുത്ത് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ കേശു പറയാനുണ്ട്, ഇന്നാണ് കേശുവിന് ഇത് ID കാർഡ് കിട്ടിയത്. അപ്പോൾ അമ്മയെ അത് കാണിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് എല്ലാവരെയും. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടതുകൊണ്ട്. അപ്പോൾ വന്ന ഉടനെ യൂണിഫോം പോലും മാറ്റാണ്ട് ഞാൻ ആദ്യം നോക്കണത് എന്തൊക്കെ കഴിച്ചെന്നാണ്. ഇത് കയറി വരുമ്പോഴേ ചേട്ടൻ പറയും നോക്ക് മോൻ എല്ലാം കഴിച്ചോ ഇല്ലയോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴേക്ക് ബിരിയാണി പകുതി കഴിച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ കൊണ്ടുപോയതൊക്കെ എല്ലാം പകുതിച്ച് കഴിച്ചിട്ടുണ്ട്. എന്നാലും സാരമില്ല, എല്ലാം കുറേശ്ശെയൊക്കെ കഴിച്ചല്ലോ, അത് തന്നെ സമാധാനം. വരണ വഴിക്ക് ഇത് ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ടാണ് കേശു വന്നത്. പനിയാണ് മോനെ കുടിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല. പിന്നെ കുറേ നാളായി വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത്. പിന്നെ നമ്മൾ ഹോംവർക്ക് ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ എല്ലാം ചെക്ക് ചെയ്യണമല്ലോ. അങ്ങനെ ഹോംവർക്കൊക്കെ നോക്കിയപ്പോഴേക്ക് ഇന്ന് ഹോംവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴേക്ക് ലഞ്ച് ബാഗിനകത്താണ് എല്ലാ സാധനങ്ങളും വെച്ച് കൊടുക്കണം. തിരിച്ചു വരുമ്പോഴേക്ക് ഏതെങ്കിലും ഒന്ന് ബാഗിനകത്തായിരിക്കും. പിന്നെ ഈ വലിയ ബാഗ് കൊണ്ട് പോകണമെന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നുമില്ല. അതിനകത്തുള്ളത് ആകെ ഒരു ജോഡി ഡ്രസ്സ്. അവിടെ ഒരു ബാക്കപ്പായിട്ട് ഒരു ജോഡി ഡ്രസ്സ് വെക്കണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കുട്ടികളല്ലേ, അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കഴിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരണമെങ്കിൽ അവർക്ക് വേറെ ഡ്രസ്സ് വേണമല്ലോ. അങ്ങനെ ഒരു ജോഡി ഡ്രസ്സ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ ഡയറി കാണും. പിന്നെ ഹോംവർക്ക് ഉള്ള ദിവസങ്ങളിൽ ഹോംവർക്ക് അങ്ങനെയുള്ള ബുക്കുകൾ, ഹോംവർക്ക് ചെയ്യാനായിട്ടുള്ള ബുക്ക്, അത് 1-2 ബുക്ക് അത്രയേ കാണുള്ളൂ. പിന്നെ റെയിൻ കോട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ആ ബാഗിനകത്ത്. കാണുമ്പോൾ ഒരു വലിയൊരു പാണ്ടക്കെട്ടും തൂക്കിയാണ് പോണത്. സംഭവം അതിനകത്ത് ഒന്നുമില്ല. ലഞ്ച് ബാഗ് സെപ്പറേറ്റ് കൊടുത്ത് വിടണോണ്ട് ഇതിനകത്ത് ഒന്നും കാണില്ല. ഇത്രയൊക്കെയുള്ള സാധനങ്ങളെ കാണുള്ളൂ. അപ്പോൾ ലെറ്ററൊക്കെ ഏതൊക്കെയാണെന്നൊക്കെ നോക്കുമ്പോൾ കേശു പറയും അമ്മ ഈ ലെറ്ററാണ് പഠിപ്പിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ചേട്ടൻ ഇങ്ങനെ അകത്ത് കയറിയില്ല. പുള്ളിക്ക് നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്ക് കടയിൽ നിന്നൊരു കോൾ വന്നു, ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുകയാണെന്ന്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് അവിടെ നിർത്തിയിട്ടല്ല, ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ആളപ്പോഴേ പോയി. അപ്പോൾ ഇനി എന്തെങ്കിലും ഡയറിയിൽ എഴുതിയിട്ടുണ്ടോ കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അങ്ങനെ കേശു യൂണിഫോം പോലും മാറ്റാതെ ഐസ്ക്രീം കുടിക്കണേടാ, യൂണിഫോം മാറ്റിയിട്ട് കുടിയടാ, യൂണിഫോമിലാക്കല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ കേശുവിനെ സ്കൂളിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് കേശു ഇപ്പോൾ പുറത്ത് അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വെളിയിൽ ഇവിടെ തന്നെ നമ്മളെ വീട്ടിൻ്റെ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ വരണ വഴിക്ക് രാത്രി ഇടിയപ്പം ആക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇടിയപ്പത്തിന്റെ മാവ്, ഇതും ഈ പറയും പോലെ പച്ചവെള്ളത്തിൽ നനയ്ക്കണ മാവാണ് കേട്ടോ. ഞാനിപ്പോ ഇതേ വാങ്ങിക്കുള്ളൂ. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ജോലി എളുപ്പം, അല്ലെങ്കിൽ കേശുവിന്റെ മിഠായി, അല്ലെങ്കിൽ ഭയങ്കര പാടല്ലേ. വെള്ളമൊക്കെ ചൂടാക്കി വെള്ളം തിളപ്പിച്ചൊക്കെ എടുത്തിട്ട് ഇടിയപ്പം ഉണ്ടാക്കുക. ഒന്നാമത് എനിക്ക് അതിനായിട്ട് ഇങ്ങനെ കുഴയ്ക്കുമ്പോൾ തന്നെ കയ്യിലൊക്കെ ചൂടടിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രശ്നമാണ്. അങ്ങനെ പാലും രാവിലെ തീർന്നായിരുന്നു. പാലൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. സത്യം പറഞ്ഞാൽ നല്ല ഉറക്കം വരുന്നത് കേട്ടോ. ഉറക്കം വന്നിട്ട് ഇന്നലെ ഞാൻ ആകെ 4 മണിക്കൂറാണ് ഉറങ്ങിയത്. ഇന്നലെ രാത്രി കടയിൽ കുറച്ച് പണിയൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേട്ടൻ വന്നപ്പോൾ ലേറ്റായി. ഏകദേശം ഒരു 11:30 മണിയായി ചേട്ടൻ കടയിൽ നിന്ന് വന്നപ്പോൾ. അതിനുശേഷമാണ് ആഹാരം കഴിച്ചത്. പിന്നെ വന്നിട്ട് ഗോതമ്പ് കൂട്ടായിരുന്നു ഉണ്ടാക്കി വെച്ചിരുന്നത്. അപ്പൊ രാത്രി ഇനി കഴിച്ചാൽ അത് പറ്റൂല, ഗ്യാസ് വയറ് നെഞ്ചിരിച്ചിൽ വരും, ഗ്യാസിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുട്ടും വെച്ച്, പിന്നെ മുട്ടക്കറിയും വെച്ച് കൊടുത്ത് 11:30ക്ക്. കഴിച്ചപ്പോ 12 മണി. പിന്നെ കഴിച്ച് കഴിഞ്ഞ് എടുത്ത് കിടന്നപ്പോ കേശു ഉറങ്ങൂല. നമ്മളെപ്പോ കിടക്കണം അപ്പോഴേ കേശു ഉറങ്ങുള്ളൂ. പിന്നെ 12 മണിയായതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ കഴിച്ച് പതുക്കെ സാവധാനം കഴിച്ചൊക്കെ തീർന്ന് 12:30 കിടന്നപ്പോ 1 മണി. 1 മണിക്ക് കിടന്ന 1 മണിക്ക് ഉറങ്ങും. വീണ്ടും ഫോണിൽ കുത്തി ഉറങ്ങിയപ്പോ ഒരു സമയമായി. എനിക്കതുകൊണ്ട് നല്ല, പിന്നെ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുകയും ചെയ്തില്ല. അപ്പൊ ഞാൻ എത്ര മണിക്കൂർ ഉറങ്ങി? 2, 3, 4, 3 മണിക്കൂർ ഉറങ്ങിയുള്ളൂ. ചുമ്മയല്ല, ഞാൻ ഇപ്പൊ ഇങ്ങനെ റിലേ പോയ അവസ്ഥയിൽ ഇങ്ങനെ നടക്കും. ഇനിയിപ്പോ ഉച്ചയ്ക്കൊന്നും കിടക്കാനൊന്നും പറ്റിയൊന്നുമില്ല. അതുപോലെ ഉച്ചയ്ക്ക് ഒത്തിരി പാടാണ് കിടന്നുറങ്ങാൻ. എന്ന് പറ്റുമെങ്കിൽ ഇനി എപ്പോഴും സമയം 3:45. അങ്ങനെ ചായ ഇടണം. പിന്നെ നിങ്ങൾ എപ്പോഴും എൻ്റെ മോർണിംഗ് വ്ളോഗ് അല്ലേ കാണുന്നത്. അപ്പൊ ഈവനിങ് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാണ്. എനിക്ക് യേശു സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ എല്ലാം കഴുകിയൊക്കെ വെക്കാനുണ്ട്. അപ്പൊ ഇനി ആദ്യം അതങ്ങ് ചെയ്ത് വെക്കട്ടെ. കേശുവേ, കേശു കൊണ്ടുപോയതൊക്കെ കണ്ടിട്ട് കുറെയൊക്കെ കഴിക്കും, കുറെയൊക്കെ തിരിച്ചുകൊണ്ടുവരും. മിക്സി കുഴപ്പമായതുകൊണ്ട് കുറച്ച് ദിവസമായി അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം നാളെ അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പത്തിനുള്ള അരിയൊക്കെ പച്ചരിയൊക്കെ വെള്ളത്തിയിടുകയാണ്. നമ്മളിത് ഈ ഒരു കലത്തിലാണ് പച്ചരി വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണത്. അപ്പോൾ പച്ചരി ഏകദേശമൊക്കെ കഴിയാറായി. അല്ലെങ്കിൽ അതാണ് കല എങ്കിൽ പൊക്കി എടുക്കാൻ പറ്റിയതില്ലെങ്കിൽ അവിടെ വെച്ച് തന്നെ അതിൻ്റെ നാഴിയിൽ കോരി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല വെയിറ്റ് അല്ലേ. ആ കലത്തിൽ നിറയെ പച്ചരി വാങ്ങിച്ചിടണതാണ്. പക്ഷേ ഇനിയിപ്പോൾ അടുത്ത് വാങ്ങിക്കേണ്ട സമയമായി. അങ്ങനെ പച്ചരിയും എടുത്ത് പച്ചരിയുടെ കൂട്ടത്തിൽ ഒരു പിടി ഉഴുന്നും കൂടെ ഇടും. ഞാൻ ആദ്യം അങ്ങനെ അല്ലായിരുന്നു വെള്ളത്തിൽ ഇടണത്. പിന്നെ കുറേ കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പച്ചരി ഇടുമ്പോഴേക്കും ഒരു പിടി ഉഴുന്നും കൂടെ ഇട്ടാലും നല്ലതുപോലെ അപ്പം ഉണ്ടാക്കി എടുക്കാമെന്ന്. പക്ഷേ സംഭവം ശരിയാണ് കേട്ടോ, സംഭവം അടിപൊളിയാണ്. അങ്ങനെ ഞാൻ ഒരു പിടി ഉഴുന്നും കൂടെയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കഴുകിയിട്ടാണ് ഇപ്പോൾ കഴുകി ഒരു 2-3 വെള്ളം കഴുകി കളഞ്ഞതിന് ശേഷമാണ് വെള്ളത്തിൽ കുതിർത്തങ്ങ് വെക്കണത്. അങ്ങനെ അതേപോലെ ഒരു 3-4 വെള്ളമൊക്കെ കഴുകി കളഞ്ഞ് അതിനെ അങ്ങ് വെക്കുകയാണ്, വെള്ളത്തിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 3 മണി കഴിഞ്ഞ് ഇപ്പോഴാണ് വെള്ളത്തിടണത്. ഒരു 10 മണി കഴിയുമ്പോഴേക്ക് അതങ്ങ് ആട്ടി വെച്ചാൽ രാവിലെ ആകുമ്പോൾ സംഭവം സെറ്റായിരിക്കും. 6 മണിക്ക് ശേഷം ഒന്നിൽ 6 മണിക്ക് മുന്നേ അരി ആട്ടിയൊക്കെ വെക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ 10 മണിക്ക് ശേഷം ചെയ്തൊക്കെ ചെയ്യുള്ളൂ. വേറൊന്നും കൊണ്ടല്ല, കറണ്ട് ബില്ല് ലാഭിക്കാൻ വേണ്ടിയുള്ള ട്രിക്കുകളാണ്. എന്നാലും വരും 4000-5000 രൂപ. എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. ഈ മാസം ഇനി കുറച്ചേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണ്. മാക്സിമം അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് കേശുവിനെ കുളിപ്പിച്ച് ഒരുക്കി അവിടെ നിർത്തി. ഇനിയിപ്പോൾ കേശു ഒരു ഉറക്കമുണ്ട്. രാവിലേക്ക് നേരത്തെ എണീക്കണതല്ലേ, രാത്രി കിടക്കണതും ലേറ്റായാണ്. എങ്ങനെയാ പറഞ്ഞില്ല, എങ്ങനെയായിരുന്നാലും 1 മണി വരെ, 1 മണി മാക്സിമം അല്ല മിനിമം ഒരു 11:30-12 മണിയാണ് നമ്മളെ കണക്ക്. അപ്പോൾ എന്നിട്ട് രാവിലെ 6:30 ഞാൻ കേശുവിനെ വിളിച്ച് ഉണർത്തുള്ളൂ. അപ്പോൾ 6:30 ആകുമ്പോഴേക്കും ആൾ ചാടിക്കൂട്ടി എണീക്കുമല്ലോ. അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞിട്ടൊരു ഉറക്കമുണ്ട്. അപ്പോൾ ഉറങ്ങണതിന് മുന്നേ ഇപ്പോൾ ഈ വാഴയ്ക്ക ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേശുവിന്. അങ്ങനെ ഒരു കുറച്ച് നല്ല ഒരു ഏത്തപ്പഴം ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതിൽ ഒരു ഏത്തപ്പഴം ബാലൻസ് ഇരുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ട് ഒരു 5 ഏത്തപ്പഴമെങ്കിലും 5 വാഴയ്ക്കപ്പമെങ്കിലും ഉണ്ടാക്കണമല്ലോ എന്ന് വെച്ചിട്ട് വാഴയ്ക്കപ്പം ഉണ്ടാക്കിയാണ്. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്സ് ഒന്ന് കണ്ടേക്കണേ. ഇനി കേശുത ഒരു പൊട്ടൊക്കെ ഇട്ടിട്ട് തനിയെ എടുത്തിട്ടതാണ്, വെളിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് പിടിച്ചിട്ട് ഉറക്കണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആൾ പോയി കിടന്നങ്ങ് ഉറങ്ങിക്കോളും. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഇനിതാ വാഴയ്ക്കപ്പമൊക്കെ റെഡിയായി. ഇനി ചായയും കുടിച്ച് വാഴയ്ക്കപ്പമൊക്കെ കഴിച്ചിട്ട് ആണ് കേശുവിൻ്റെ ഒരു ഉറക്കം. 4 മണിയാകുമ്പോഴേക്കും മോനൊന്ന് ഉറങ്ങും. ഞാനും വിചാരിക്കും ഒന്ന് ഉറങ്ങട്ടെ എന്ന്. മിക്കവാറും ആ സമയമാകുമ്പോൾ ഞാനും ഒന്ന് കിടക്കും. എനിക്കും ആ സമയത്തെ ഒന്ന് കിടക്കാനായിട്ട് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഫുൾ റിലേ പോയി നിൽക്കുകയാണ്. ഇപ്പോൾ ഉറക്കം ഒട്ടും ശരിയാവണില്ല. നമ്മളിപ്പോൾ വെളുപ്പിന് രാവിലെ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി 10 മണിക്ക് മുന്നേ എങ്കിലും കിടക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഉറക്കം കറക്റ്റ് ആവുള്ളൂ.
പക്ഷേ എൻ്റെ കാര്യത്തിൽ എല്ലാം ഇപ്പോൾ ആകെ മൊത്തത്തിൽ എല്ലാം പോയി ഒന്ന് റിലേ ഒക്കെ പോയി കിടക്കുകയാണ്. ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നല്ല ചിരിച്ചൊക്കെ നിൽക്കണുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഇരിക്കുമെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോണ ഒരവസ്ഥയിൽ നിൽക്കണം. അപ്പോൾ ഇനി കുറച്ച് തുണികളൊക്കെ മടക്കിയൊക്കെ വെക്കാനുണ്ട്. രാവിലെ കഴുകിയൊക്കെ ഇട്ടിട്ട് പോയ തുണികളുണ്ടല്ലോ, അപ്പോൾ കഴുകിയിട്ടാൽ മതി. അമ്മ തന്നെയാണ് തുണികളൊക്കെ വിരിച്ച് ഉണക്കിയൊക്കെ എടുത്തോളും. അങ്ങനെ ഇനി അതൊക്കെ ഒന്ന് കഴുകി അടുക്കി പറക്കി, കഴുകിയല്ല, അമ്മ അതിനെ എടുത്ത് മുറിക്കാത്തതുകൊണ്ട് ഇട്ടിരിക്കുകയാണ്. ചില സമയങ്ങളിൽ അമ്മ തന്നെ അതെല്ലാം മടക്കി വെച്ച് തരും. അപ്പോൾ ഇന്ന് അമ്മ അത് കൊണ്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞ് മടക്കാൻ എടുത്തതാണ്. ഞാൻ പറഞ്ഞു വേണ്ടമ്മ അവിടെ ഇട്ടേരെ, ഞാൻ മടക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ്. ഇനി അതിനെല്ലാം മടക്കി ഓരോന്നും ഓരോ സ്ഥലത്തല്ലേ. കേശുവിൻ്റെത് സെപ്പറേറ്റ് ഒരിടത്ത്, പിന്നെ വീട്ടിടുന്ന ഡ്രസ്സുകൾ വേറൊരു അറയിൽ, പുറത്തിടുന്നത് വേറൊരു അറയിൽ, ചേട്ടൻ്റെ ഡ്രസ്സുകളെല്ലാം വേറൊരിടത്ത്, അങ്ങനെ 100 സ്ഥലത്താണല്ലോ നമ്മൾ വെക്കണത്. അങ്ങനെ ഇനി അതെല്ലാം ഒന്ന് അടുക്കി പറക്കി എല്ലാം വെക്കണം. അപ്പോൾ ഞാനും കേശുവും ഒരു ഉറക്കം കഴിഞ്ഞിട്ട് എണീച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കേശുവിനെ ഇനിയിപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കാനായിട്ടൊക്കെ വരും. അപ്പോൾ 1 മണിക്കൂർ ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയാൽ മതി, നമ്മൾ നല്ല അങ്ങ് ഫ്രഷ് ആവും. അപ്പോൾ 1 മണിക്കൂർ ഒന്ന് നല്ലതുപോലെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ഏകദേശം 4 മണിക്കാണ് ഞങ്ങൾ കിടന്നത്. ഒരു 5 മണി കഴിഞ്ഞപ്പോഴേക്കും 5 മണിയല്ല 5:15 ആയപ്പോഴേക്കും ഉണർന്നപ്പോൾ നല്ല ഫ്രഷ് ആയതുപോലെ ഉണ്ടായിരുന്നു 2 ആളും, ഞാനും മോനും. അമ്മയാണെങ്കിൽ ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങും. അമ്മയ്ക്ക് ജോലിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വേറെ ഇതൊന്നും ഇല്ലല്ലോ, അങ്ങനെ അമ്മ പോയെങ്കിൽ കിടക്കും. അമ്മയുടെ പ്രായം കൂടെ നോക്കണ്ടേ. അങ്ങനെ ഞങ്ങളിപ്പോൾ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ എല്ലാം അടുക്കി പറക്കിയൊക്കെ വെച്ച് ഇനി അവിടേക്ക് ഒന്ന് തൂത്ത് വരണം. അപ്പോൾ തൂത്തൊക്കെ ഇടുമ്പോഴേക്ക് കിച്ചു വരും പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ചില സമയങ്ങളിൽ കിച്ചു എത്തിയിട്ടുണ്ട് പഠിപ്പിക്കാൻ. ചില സമയങ്ങളിൽ ആൾ ഭയങ്കരമായിട്ട് അങ്ങനെ അവനെ അങ്ങോട്ട് പഠിപ്പിക്കാനായിട്ട് നിൽക്കും. കാരണം തൊട്ടടുത്ത വീട്ടിലെ പയ്യനായതുകൊണ്ട് കേശുവിന് നല്ല പരിചയമാണല്ലോ. അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് പോലെയാണ്. കേശുവിനാണെങ്കിൽ അവനെ ഒരു പേടിയുമില്ല. അവനാണെങ്കിലും അവൻ്റെ കേശുവിൻ്റെ ഒപ്പത്തിന് നിന്നോളും. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആണ്. അപ്പോൾ ഞങ്ങൾക്കതൊരു സന്തോഷമാണ്. കാരണം പിന്നെ അവൻ പറയണതെല്ലാം കേശു പഠിക്കണുണ്ട്. എല്ലാം ABCD ഒക്കെ ഇപ്പോൾ ഫുള്ളായി, എല്ലാം ചെയ്യും. കൂടെ ചേട്ടാന്നൊന്നും വിളിക്കില്ല, ചിലപ്പോൾ കിച്ചുവിൻ്റെ പേര് തന്നെ ആയിരിക്കും വിളിക്കണത്. ഞാൻ കൂടെ വരട്ടും, എന്നാലും വിചാരിക്കാം പോട്ടെ, ഇതിപ്പോൾ അവനെ അറിഞ്ഞുകൂടാതെ മോൻ അങ്ങനെയൊക്കെ ചെയ്യണതല്ല. അറിയാം അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നൊക്കെ എല്ലാം അറിയാം, എന്നാലും ആളങ്ങനെയാണ്. അവിടെ വന്നാൽ ഇതാ കണ്ട അവൻ ആ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തിരുന്നേ പഠിക്കുകയുള്ളൂ. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കാം. മോൻ പഠിക്കണുണ്ടല്ലോ, അത് തന്നെ സമാധാനമാണ്. പിന്നെ ഞാൻ സ്കൂളിലെ ഹോംവർക്കാണ് എടുത്തു കൊടുത്തത് പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ എന്തായാലും ABCD ഫുള്ള് പഠിച്ചു കഴിഞ്ഞ്. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ലെറ്റർ കാണുമ്പോഴേക്കും പെട്ടെന്ന് വായിക്കും. ആ ലെറ്ററുകൾ കാണുമ്പോഴെല്ലാം അറിയാം അത് ഇന്നതാണെന്നൊക്കെ. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് മലയാള അക്ഷരങ്ങൾ പഠിപ്പിച്ച് തുടങ്ങണം. പിന്നെ ക്യാപിറ്റൽ ലെറ്ററാണ് ഇപ്പോൾ പഠിച്ചത്, സ്മോൾ ലെറ്റർ ഒന്നും പഠിച്ചില്ല. ഇതൊക്കെ ഞാൻ ആരെ പറ്റിയാണ് പറയണതല്ലേ, LKG ആയതേ ഉള്ളൂ. നമ്മളൊക്കെ ഏത് സമയത്താണ് ഇതൊക്കെ പഠിച്ചത്? എൻ്റെ ഓർമ്മയിൽ 4ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ABCD പഠിച്ചത്. പിന്നെ 5ാം ക്ലാസ് തൊട്ട് എന്തോ അല്ല ഹിന്ദിയൊക്കെ പഠിച്ചത്. ഇപ്പോൾ എന്തോ നല്ല UKG തൊട്ട് ഹിന്ദിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈശ്വര എന്താണെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും ഇവിടെ ചേട്ടനോട് പറയും, നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് 10 മണിക്കാണ് സ്കൂളിൽ പോണത്, 4 മണിയാകുമ്പോൾ സ്കൂൾ വിടുകയും ചെയ്യും. അല്ലാണ്ട് നമുക്കിങ്ങനെ ഭയങ്കര പഠിത്തവും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. പക്ഷേ ആ സമയത്ത് പഠിച്ചവരെല്ലാം നല്ല നിലയിലെത്തിയില്ലേ? എല്ലാവരും നല്ല നിലയിലെത്തിയിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുന്നവരെല്ലാം നല്ല നിലയിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴേ നേരെ നുള്ളി വെളുക്കുമ്പോഴേക്ക് സ്കൂളിൽ പോകണം. പിന്നെ LKG തൊട്ട് ഒരു 4 വയസ്സ് തൊട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പിള്ളേർ പഠിക്കണത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് ചിലപ്പോഴൊക്കെ വിചാരിക്കും. നമ്മൾ പഠിച്ചപ്പോഴേക്കും നമ്മളാരും എങ്ങും എത്തിയില്ലേ? എല്ലാവരും പഠിച്ചവരെല്ലാം നല്ല നിലയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാനിനി അവിടെ തൂത്തൊക്കെ വരെയാണ്. അപ്പോഴും അമ്മയും സുനിത ചേച്ചിയും കൂടെ അർജുൻ്റെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഫുൾ ടൈം ഇത് തന്നെയാണ്. അമ്മ ഇപ്പോൾ സീരിയൽ പോലും കാണാതെ എപ്പോഴും ന്യൂസ് ചാനൽ വെച്ച് ഇത് തന്നെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ സുനിത ചേച്ചിയുടെ വീട്ടിലെ TV എന്തോ കംപ്ലൈൻ്റ് ആയിപ്പോയി. അപ്പോൾ അവിടെ ന്യൂസ് കാണാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി ഒരു 5 മണിയാകുമ്പോഴേക്ക് വരും ഇവിടെ ന്യൂസ് കാണാം. അമ്മ പിന്നെ എപ്പോഴും ഇത് എന്നെ കണ്ടിരിക്കും. ഞാനാണെങ്കിൽ ഇപ്പോൾ മനഃപൂർവ്വം ഇത് കാണൂല. കണ്ടു കഴിഞ്ഞാൽ നമ്മളൊക്കെ സാധാരണ ആൾക്കാരല്ലേ, നമുക്കത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എപ്പോഴും വിചാരിക്കും. ഇപ്പോൾ എല്ലാത്തിലും പറയും പോലെ നമുക്ക് ആ പയ്യനെപ്പറ്റി ഒട്ടും അറിയില്ല, ഒരു പരിചയവും ഇല്ല. ഇപ്പോൾ ഇതാ ഒരു 10 ദിവസത്തിനകം തൊട്ടാണ്, 10 ദിവസം ആയെങ്കിലും നമ്മളൊക്കെ അതിനെപ്പറ്റി അത്രയും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് ഒരു 4-5 ദിവസമേ ആയോളം തോന്നണം. അപ്പോഴത്തൊട്ട് നമുക്ക് നമ്മുടെ ആരോ പോലെ ഊണിലും ഉറക്കത്തിലുമൊക്കെ ആ മുഖം തന്നെയാണ് ഇങ്ങനെ മനസ്സിൽ വരണത്. ഇപ്പോഴും ഒരു പ്രാർത്ഥനയുണ്ടല്ലേ, എല്ലാവരെയും പോലെ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. എവിടെയെങ്കിലും ഒരല്പം ജീവനോടുകൂടി ആൾ കിടക്കണമെന്നൊരു ന്യൂസ് അറിഞ്ഞാൽ മതിയായിരുന്നു.
ഞാൻ ഇന്നലെ ഒരു റീൽസ് വായിച്ചപ്പോഴേക്ക് ചില സിനിമാ കഥകളിൽ പോലെ അർജുൻ എവിടെയെങ്കിലും അങ്ങ് നീന്തി കയറിയിട്ടുണ്ടാവണേ, എവിടെയെങ്കിലും ഒരു ജീവനോടെ കിടപ്പുണ്ടാവണേ എന്നൊക്കെയുള്ളതൊക്കെ കണ്ടപ്പോഴേക്ക് സത്യം പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോവേണം അങ്ങനെ ഒരു ന്യൂസ് കേൾക്കാൻ പറ്റണേ എന്ന്. പിന്നെ ഞാനിവിടെ എപ്പോഴും ചേട്ടനോട് പറയും, ആള് ഒരു ജീവനോടെ തിരിച്ചു വന്നിട്ട് ഇത്രയും പേര് അർജുൻ്റെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുകയായിരുന്നെന്നും ആൾക്ക് വേണ്ടി ഇത്രയും ആൾക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്നതൊക്കെ ആളൊന്ന് അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹം തോന്നും. ഇതൊന്നും അറിയാണ്ട് ആൾ എവിടെയോ കിടക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം ചിലപ്പോൾ ഇത്രയും പേര് ഒരുമിച്ച് ഒരേ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ദൈവം കേട്ടാലോ എന്നൊരു, നമുക്ക് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് നടക്കുമെന്നല്ലേ. അപ്പോൾ അതെന്തോ ആവട്ടെ, അത് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് അതങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് തോന്നും. അപ്പോൾ എൻ്റെ ജോലികളൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ജവാദ് പൗഡർ തളിക്കുകയാണ്. ഇതാ നമ്മളെ പാവയ്ക്ക ഉണ്ട എന്താന്ന് അറിഞ്ഞൂടാ കേട്ടാ. പാവയ്ക്ക ഈ ഒരെണ്ണത്തിൽ 2 ടൈപ്പ് പാവയ്ക്കയാണ് കായ്ക്കണത്. എന്തൊരു അത്ഭുതം എന്ന് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഇനി വെയിൽ കിട്ടാത്തടത്താണോ ഈ രീതിയിൽ കായ്ക്കണത്, വെയിൽ കിട്ടാനടുത്ത് മറ്റു മുള്ളൊക്കെ ഉള്ള രീതിയിലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ ഒരു നിഗമനം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഞാൻ പറയണ എന്തിനാണെന്ന് മനസ്സിലായില്ലേ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതിപ്പം ഒരു പാവയ്ക്ക് കട്ട് ചെയ്ത് അതിലെ കുരു ഇട്ട് മുളപ്പിച്ചതാണ്. ഇപ്പൊ അതിപ്പോ 2 മൂടുണ്ട് ഇവിടെ സംഭവം. പക്ഷെ കായ്ക്കണതെല്ലാം പ്രത്യേക രീതിയിലാണ് കായ്ക്കണത്. ഇത് കണ്ട പടവലം പോലെ ഇരിക്കുന്നു ഇത് കായ്ച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇത് നീളനാണ്. ഇനി ഇതില് ഒരു കുഞ്ചൻ ടൈപ്പ് വരണതുണ്ട്. ഇതും ഇങ്ങനെ പാമ്പ് പോലെ വളഞ്ഞ് നമ്മളെ സ്നേക്ക് ഗാർഡ് എന്ന് പറയില്ലേ പടവല, അതുപോലെ കിടക്കുകയാണ്. കണ്ട. ഇനി വേറെ ഒരു ടൈപ്പ് കാണിച്ചു തരാം. അത് നിങ്ങൾ ആലോചിച്ചു വേണം, ഒരു പടവലമല്ല, ഒരു പാവലെന്നാണ് ഈ പല രീതിയിൽ വരണതെന്ന്. ഇനി അതിന്റെ അടിയിൽ വല്ല നിധിയെങ്ങാനും ഒളിപ്പിച്ചിട്ടുണ്ട്. പണ്ട് അമ്മ പറയണേ എനിക്ക് അറിയായിരുന്നു, എന്തെങ്കിലും സെപ്പറേറ്റ് പ്രത്യേക രീതിയിൽ കായ്ക്കുമ്പോഴേക്ക് അതിന്റെ അടിയിൽ നിധിയോ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കായ്ക്കുമെന്ന്. പക്ഷെ ഇതിപ്പം എന്തായാലും ചട്ടിയിലാണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിയിൽ നിധി കാണാനായിട്ട് വശവും ഇല്ല. അപ്പൊ ഇത് 2 ടൈപ്പ് പടവലം എന്നേ മനസ്സിലുള്ളൂ. അത് പടവലം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, ഇത് കാണുമ്പോൾ എനിക്ക് എപ്പോഴും പടവലം പോലെ തോന്നുന്നു. ഒരു കല്ല് കെട്ടി ഇട്ട് കൊടുത്താൽ ഇനിയും നീളവും എന്നൊക്കെ വിചാരിക്കുന്ന രീതിയിലാണ് ഇതിന്റെയൊക്കെ നിപ്പത. ഇതും കണ്ടില്ലേ, ഇതിന്റെ നാളെ അടക്കണം. കേശു ആണെങ്കിൽ ഇതിൽ കൈവച്ച് തുടങ്ങി. അവന്റെ അത്ര ഉണ്ട്. കേശുവിനിങ്ങനെ പിടിച്ചെടുക്കാം. അപ്പൊ പിന്നെ അതുമല്ല പരുവായെന്ന് തോന്നണം. അത് ഇപ്പോഴേ അടത്ത് വെക്കണ്ട, നാളെ അടത്ത് അതിനൊരു മെഴുക്ക് വരട്ടണം. ഞങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ല, എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് ഗുണമുള്ളതല്ലേ, ഓർഗാനിക്കും അല്ലേ, അതല്ലേ ഏറ്റവും വലിയ കാര്യം. ഒരു വിഷവും അടിക്കാത്തത്. ഇനി വേറെ ഉണ്ടെന്ന് കാണിച്ചു. ഇത് നമ്മളെ സാധാരണ പാവയ്ക്ക പോലെ ഇങ്ങനെയായിരുന്നു. ഇതിലൊരു 4-5 കാച്ചതും ഇതേപോലെ ആയിരുന്നു. ഇതും പരുവായി. ഇത്ര ആയപ്പോ തന്നെ മറ്റതൊക്കെ അടത്തത്. നിങ്ങള് എന്റെ മുന്നത്തെ കണ്ടിട്ടുണ്ടായിരിക്കും ഈ പാവയ്ക്കയുടെ കാര്യമൊക്കെ. കേട്ടാ, ഇത് സാധാരണ നോർമൽ ആയിട്ട് വരെയാണ്. ഇനി ഇതിൽ തന്നെ വേറൊരെണ്ണം അടുത്ത് വരണത് ഉണ്ട്. ഇതും ഇങ്ങനെ നീളം ടൈപ്പാണ്. ഈ ഒരു പാവയ്ക്ക. പിന്നെ നേരത്തെ കാണിച്ചത് ഇതാണ്, ഇത് നീളനാണ്. ഇനി അല്ലാതെ വീണ്ടും ഒരു ഉണ്ട ടൈപ്പ് ഉണ്ട്. അത് ഇതിന്റെ ഇടയിൽ ഇവിടെയോ കണ്ട, അത് ഈ ടൈപ്പ് അല്ല. ആ സാധാരണ പാവല് എങ്ങനെ അതുപോലെയാണ് പറഞ്ഞത്. പക്ഷെ ഇതൊക്കെ മാത്രം ഇങ്ങനെ പോണത് എന്തിനാണെന്ന് ഒരു പിടുത്തവും ഇല്ല. നമ്മൾ തന്നെ ഇങ്ങനെ കണ്ണ് വിട്ടോണ്ടിരിക്കുകയാണ്. ഇത് എന്തോന്നൊക്കെ ആലോചിച്ചിട്ട്. അതുകൊണ്ട് പേടിയും ഉണ്ട് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന്. നാളെ എന്തായാലും എവൻ തന്നെ നമ്മളെ മെഴുക്ക് വരട്ടി. നല്ല രസമുണ്ട്. മുള്ളൊന്നും ഇല്ല, കണ്ട, മുള്ളേ ഇല്ല. ഇതിൽ നോക്കിയാണ് നിറയെ മുള്ളും. ഇനി ഇതിന്റെ അടിയിൽ വല്ല നിധി കാണോ? നമ്മൾ കോർപ്പറേഷനിൽ നിന്ന് വേസ്റ്റ് ഇടാൻ തരണല്ലേ ഇതുപോലുള്ള ഒരു സംഭവം. ഞാൻ അതിലാണ് ഈ പാവല് നട്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തായാലും നിധിയൊന്നും കാണാൻ വഴിയില്ല. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ കായ്ക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. ഇതിന്റെ വളം ഇതൊക്കെ തന്നെ കേട്ടാ. നമ്മളെ ഏത്തപ്പഴത്തിന്റെ തോലൊക്കെയാണ് ഇതിന്റെ വളം. അപ്പൊ ഇതാണ് നമ്മളെ പാവല്. കണ്ടില്ലേ? അങ്ങനെ കേശവും പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ടുണ്ട്. പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ പിന്നെ ഭയങ്കര സന്തോഷമാണ്, കൊട്ടും പാട്ടും മേളവും. അപ്പൊ കേശുവിന്റെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് കേശുവിന്റെ സാറൊക്കെ പോയി അല്ലേ കേശു?
അതിന് ഇപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ, സ്കൂളിലെ ഹോംവർക്ക് ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോ വിചാരിക്കും അയ്യോ ഇത്ര കൊച്ചിലെ ട്യൂഷൻ ആക്കണ്ടായിരുന്നെന്ന്. കേശുവിന്റെ ക്ലാസ്സിലും അങ്ങനെ അധികം ആർക്കും ട്യൂഷൻ ഒന്നും ഇല്ല. ഞങ്ങള് വിപ്രാളം കൊണ്ടാണ് ട്യൂഷൻ ആക്കിയത്. ഞങ്ങളുടെ വിചാരം എന്തെന്നറിയാമോ, LKG ഒരുപാടൊക്കെ പഠിപ്പിക്കുമെന്നൊക്കെ ആയിരുന്നേ. അപ്പൊ നമ്മളിവിടെ ട്യൂഷൻ എടുക്കുന്ന രീതിയല്ലല്ലോ സ്കൂളിൽ ഫോളോ ചെയ്യണത്. അത് കണ്ടപ്പോൾ ഈശ്വര ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടിയിരുന്നത്. ട്യൂഷന്റെ ആവശ്യം LKG ഇല്ല കേട്ടോ. അത്രയ്ക്ക് നന്നായിട്ട് ആ ഒരു സ്കൂളിലെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതും ആ ഒരു പാറ്റേണിൽ ആ ഒരു രീതിയിലേക്ക് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാല് കേശുവിന് ഇപ്പൊ മിക്കവാറും ഹോംവർക്ക് കൊടുത്തു വിടും സ്കൂളിൽ നിന്ന്, പഠിപ്പിച്ചു തുടങ്ങിയല്ലോ. അപ്പൊ ആ ഹോംവർക്ക് കിച്ചുവിനെ കൊണ്ടങ്ങ് എഴുതിക്കും. പിന്നെ ഇനി കേശു പഠിച്ച് അത് കഴിഞ്ഞ് പോയി വീണ്ടും ഹോംവർക്ക് ഒക്കെ എഴുതിച്ച് ഇപ്പോഴേ LKG ആയുള്ളൂ. ഇനി അങ്ങോട്ട് അവന്റെ തലയിൽ ഫുള്ള് വർക്ക് ലോഡല്ലേ, ഈ പഠിത്തത്തിന്റെ ലോഡ് വെച്ച് കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ ഈ ഹോംവർക്ക് അവനെ കൊണ്ടങ്ങ് എഴുതിക്കും. ഹോംവർക്ക് എഴുതിയിട്ട് പിന്നെ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പൊ കുഴപ്പമില്ലല്ലോ. പാവം എന്റെ കൊച്ചു ഇത്രയല്ലേ ആയുള്ളൂ. അപ്പൊ ഹോംവർക്ക് ഒക്കെ എഴുതിയിട്ട് അപ്പോഴും തന്നെ ബുക്ക് ബാഗിനകത്ത് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ മറന്നു. അതുകൊണ്ട് എല്ലാം ഇനി ആ ബാഗിൽ തന്നെ തിരിച്ചു വെക്കുന്നു. ഇനി കുറച്ച് സമയം കേശു ഫോണ് കാണും, കുറച്ച് സമയമേ ഉള്ളൂ. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു, ഭയങ്കര ഫോണ് കണക്കുമായിരുന്നു. പിന്നെ കുറച്ച് സമയം കാണട്ടെന്ന് വിചാരിക്കും. ഒരു കണക്കിന് നോക്കിയാൽ കുറെ കാര്യങ്ങളൊക്കെ കേശു അങ്ങനെ തന്നെ പഠിച്ചത്. പിന്നെ അവനിപ്പോ കൂട്ടിന് കളിക്കാനും ആരും ഇല്ലല്ലോ, ഒറ്റയ്ക്കല്ലേ. അപ്പോ ഇന്ന് രാത്രി ഇടിയപ്പവും മുട്ടക്കറിയും വെക്കാന്ന് വിചാരിക്കുകയാണ്. മുട്ടയൊക്കെ ഇവിടെ അവിച്ചു വെച്ച് 4 മുട്ട അവിച്ചു വെച്ചിട്ടുണ്ട്. ഇനി മുട്ടക്കറി ഉണ്ടാക്കണം, ഇടിയപ്പം ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇടിയപ്പം ആണെന്ന്. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് സമയം ഒന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ തലപ്രാന്ത് പോലെ ആയിരുന്നു. എനിക്കാണെങ്കിൽ ഈ കണ്ണ് ഭയങ്കര വെയിറ്റ് പോലെയായിരുന്നു. കണ്ണിങ്ങനെ തുറന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും, കണ്ണ് ഭയങ്കര വെയിറ്റും ഭയങ്കര കഴപ്പമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തലയൊക്കെ ഒരു വേദന, എല്ലാം കൂടെ ആയപ്പോ ഞാൻ ശരിക്കും പെട്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈശ്വര തലയായിട്ട് തലകറക്കോ വല്ല വന്നെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് 2 മണിക്കൂർ അവിടെ മര്യാദയ്ക്ക് കിടക്കായിരുന്നു. എങ്കിലും കിടന്നങ്ങ് ഉറങ്ങാൻ പറ്റും. വീട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ തൊട്ടും പിടിച്ചും വരുമല്ലോ. അതുപോലെ കിടന്ന് ഉറങ്ങാന്നും പറഞ്ഞ് ഉറങ്ങി കുറച്ച് ഉറങ്ങുമ്പോഴായിരിക്കും അപ്പം ഫോൺ വരും. അതോടെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒന്നിങ്ങനെ ഉറക്കത്തിലോട്ട് നല്ല സുഖമായിട്ട് വീഴുമ്പോഴായിരിക്കും ഉടനെ ഫോൺ അടിക്കേണ്ടത്. അതോടെ ചാടി എണീച്ചിട്ട് വീണ്ടും തലവേദന ഇരട്ടിയാവുകയും ചെയ്യും, ആ ഉറക്കം പോവുകയും ചെയ്യും. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് വിളിക്കും അന്നേരം. പക്ഷെ ഇന്ന് ഞാൻ ഇപ്പം 4 മണി ആയപ്പോഴത്തേക്ക് ജോലിയൊക്കെ ഒതുക്കി ചായയൊക്കെ കുടിച്ചിട്ട് കയറി കിടന്ന് 4 മണിയല്ല 4:30 ആയി കയറി കിടന്നിട്ട് ഒരു 5 മണി വരെ 1-2 പ്രാവശ്യം ഫോണൊക്കെ വന്ന്. പിന്നെ ഞാൻ ഫോൺ അങ്ങ് സൈലന്റ് ആക്കി. ഞാൻ ആര് വിളിച്ചാലും എടുക്കണ്ട. ചേട്ടനാണെങ്കിൽ എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മയെ വിളിക്കുമല്ലോ. അങ്ങനെ കേശുവും വലിയ കുരുത്തക്കേടൊന്നും ഇല്ലായിരുന്നു, അമ്മേരെ കൂടെ നിന്ന്. അപ്പൊ കുറച്ച് ഉറങ്ങി എണീച്ചപ്പോ നല്ല ഫ്രഷ് ആയി കേട്ടോ. എന്നാലും ഉറക്കം ഇനിയും പെൻഡിങ് ഉണ്ട്. ഞാൻ ആ മനുഷ്യൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ വരണോ. അപ്പൊ ഇനി മുട്ടക്കറി വെക്കിട്ട് അമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. കേശു ഉടനെ അവന് TV കാണണമെന്നും പറഞ്ഞ് കാർട്ടൂൺ കാണണമെന്നും പറഞ്ഞ് അമ്മയെ ഓട്ടിച്ച് അവൻ കാർട്ടൂൺ കണ്ടോണ്ടിരുന്നപ്പോ നല്ല ഉറക്കമായി. ഇപ്പൊ രാവിലെ തല കുളിച്ചോണ്ട് പോകൂല, പനി വന്നതിന് ശേഷം രാവിലെ തല കുളിപ്പിക്കൂല. അപ്പൊ വന്നിട്ടാണ് കുളിക്കുന്നത്. കുളിച്ചു കഴിയുമ്പോൾ ഭയങ്കര ഉറക്കമാണ്. പക്ഷെ ഇന്ന് ഉറങ്ങിയില്ല ആള്. അപ്പൊ ഇപ്പൊ അവിടെ അമ്മേരെ എനക്കില്ല, കേശുവിന്റെ എനക്കില്ല, രണ്ടുപേരും ഉറങ്ങിയെന്ന് തോന്നുന്നു. ഇനി കേൾക്കാമോ അപ്പുറത്ത് നല്ല ഓണപ്പാട്ട് കേൾക്കണ കേട്ടാ. അപ്പുറത്തെ വീട്ടിലാണ്ടായിട്ടേക്കും ഓണത്തിന് 1 മാസം ഉള്ളല്ലോ. അയ്യോ അതിന് മുമ്പ് വാവുണ്ട് അടുത്ത മാസം. അടുത്ത മാസം വാവാണല്ലോ. പിന്നെ എനിക്കൊരു കമന്റ് വന്നായിരുന്നു, അയ്യോ ആളുടെ പേര് അസ്മിയോ ASMR അങ്ങനെ എന്തോ ആണ് കേട്ടാ. കഴിഞ്ഞ മുന്നത്തെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് പറഞ്ഞു, ചേച്ചി നമ്മളെ നാട്ടിൽ ജനിക്കേണ്ടതായിരുന്നു, ഒറ്റപ്പാലത്തെ വള്ളുവനാട് അവിടെ ജനിക്കേണ്ടതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് അങ്ങോട്ടൊക്കെ ആ സ്ഥലങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ ഒറ്റപ്പാലം പാലക്കാട് നിങ്ങൾ സിനിമയിലൊക്കെ കേട്ടിട്ട് എന്തോ ഭയങ്കര സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്നൊക്കെ ഉള്ളതൊക്കെ. അങ്ങോട്ടുള്ള ആ സ്ഥലങ്ങൾ ഞാൻ എപ്പോഴും എനിക്ക് എപ്പോഴും തോന്നി, ഇവിടെ ചേട്ടൻ്റെ അടുത്തും പറയാം, സത്യം പറഞ്ഞാൽ നമ്മള് കേരളത്തിന്റെ ആ ഒരു പൈതൃകമൊക്കെ ഉണ്ടല്ലോ, നമ്മളെ തിരുവനന്തപുരത്ത് ഈ ഒരു കുന്തവും ഇല്ല, എല്ലാം അങ്ങോട്ടൊക്കെയാണ്. ഈ ഓണം ആകുമ്പോ തന്നെ എന്തെല്ലാം ആചാരങ്ങളാണല്ലേ അങ്ങോട്ട്. ഓണപ്പൊട്ടനെന്നും പിന്നെ ഓണമൊക്കെ എത്ര ഓണമായിരുന്നാലും വിഷു ആയിരുന്നാലും ഒക്കെ ഭയങ്കര ആഘോഷങ്ങളല്ലേ.
പണ്ടൊക്കെ പണ്ട് സീരിയൽ അങ്ങനെയല്ല, സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഓരോന്ന് കാണുമ്പോൾ വിചാരിക്കും സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതായിരിക്കും എന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. സത്യത്തിൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഇത്രയും ആയിട്ട് നമ്മൾ യൂട്യൂബൊക്കെ കാണാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞു. ഞാനും അത് കണ്ടിട്ട് തന്നെ പണ്ടേ എനിക്കിഷ്ടമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വരാനായിട്ട്. അപ്പൊ ഞാനിപ്പോ മിക്കതും അത് കണ്ടിട്ടാണ്, യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഞാനും ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളെ ഈ തിരുവനന്തപുരത്ത് അങ്ങനെയുള്ള നമ്മൾ കൂടുതൽ എനിക്ക് തമിഴരുടെ ആചാരങ്ങളാണെന്ന് തോന്നുന്നു. നമുക്ക് ദീപാവലിയൊക്കെയാണ് ഭയങ്കര, നമുക്ക് ഇവിടെ അങ്ങനെ വിഷുവിന് പടക്കം പൊട്ടിക്കുകയില്ല. വിഷുവിന് പടക്കം പൊട്ടിച്ച ആൾക്കാർ വിചാരിക്കും ഭ്രാന്താണെന്ന് തോന്നുന്നു വിചാരിക്കും. വിഷുവിനല്ല പടക്കം പൊട്ടിക്കുക, നമ്മളോട് ദീപാവലിക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലൊക്കെ വിഷു ആകുമ്പോഴേക്ക് ചാനലിൽ ഓരോ പ്രോഗ്രാം ഒക്കെ കാണുമല്ലോ. അപ്പൊ അവരിങ്ങനെ വിഷുവിന് പടക്കം പൊട്ടിക്കണത്, വിഷു സദ്യ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നും. ഇപ്പോഴാണ് ഞങ്ങൾ വിഷു സദ്യയൊക്കെ ഒരുക്കി തുടങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ. കളി കാണലുണ്ടായിരുന്നു. കളി കാണൽ എങ്ങനെ, നമ്മളിവിടെ കളി കാണൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കണിക്കൊന്നയും നമ്മുടെ പറങ്കി മാങ്ങയും നമ്മൾ സാധാ മാങ്ങയും കൂടെ വീട്ടിന്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കിയിടും. അല്ലാതെ ഈ കണി ഒരുക്കി വെക്കലൊന്നും ഇല്ലായിരുന്നു. അയ്യോ, എനിക്കൊരു കോൾ വരുന്നു. അപ്പം അതായിരുന്നു നമ്മളെ വിഷു. ഇപ്പോഴാണ് നമ്മളിങ്ങനെ കണി ഒരുക്കി വെക്കാനായിട്ടൊക്കെ തുടങ്ങിയത് കേട്ടോ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മളെ വീട്ടിൽ അങ്ങനെ കണി ഒരുക്കുമായിരുന്നു. എന്റെ കല്യാണത്തിന് മുന്നേക്ക് കണി ഒരുക്കി വെക്കുമായിരുന്നു. പക്ഷെ കൂടുതലും നമ്മളിവിടെ പ്രചാരത്തിലുള്ള ആചാരം ഈ വീടിന്റെ ഫ്രണ്ടിൽ കെട്ടിത്തൂക്കലാണ്. ഉള്ളി അരിഞ്ഞ് ഇനി ഉള്ളിക്കറി അല്ല മുട്ടക്കറി വെക്കട്ടെ. അപ്പോൾ ഇനി മുട്ടക്കറി വെക്കണം. സിമ്പിൾ മുട്ടക്കറിയാണ് വെക്കാനായിട്ട് പോണത്. അപ്പോൾ ഒരു ചീനിച്ചട്ടി എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് ഇപ്പം സവോള കട്ട് ചെയ്തതൊക്കെ ഇട്ട് ഇനി അതിനൊന്ന് വഴറ്റി കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയിട്ട് ഞാൻ എപ്പോഴും പറയും പോലെ അടച്ചങ്ങ് വെച്ചിരിക്കും. അപ്പോൾ അത് അവിടെ ഇരുന്നങ്ങ് നല്ല അടച്ചു വെച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ചെറിയ ഫ്ലെയിമിൽ അടച്ചങ്ങ് വെച്ചിരിക്കുമ്പോഴേക്കും അത് അവിടെ ഇരുന്ന് അങ്ങ് വെന്തങ്ങ് ഇരുന്നോളും. അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഒന്നാമത് ലോങ് ആണെന്നാണ് പറയണത്. അപ്പം ഞാനിനി ഇതിൻ്റെ റെസിപ്പി അങ്ങനെ എടുക്കും. ഇതൊക്കെ ഷോർട്സ് വീഡിയോ ഇട്ടേക്കാം, അപ്പോൾ ഒന്ന് കണ്ടേക്കണേ. പിന്നെ ഈ മുട്ടക്കറി വെക്കണതൊക്കെ ഇപ്പോൾ ആർക്കും അറിയാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഈ പുതുതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നവർ പുതിയതായിട്ട് ഈ പാചക ലോകത്തോട്ട് ഇറങ്ങണവർക്കൊക്കെ നമ്മൾ ഈ പറയണതൊക്കെ ഉപകാരപ്പെട്ടോളും. അല്ലാത്തവർ ചിലപ്പോൾ ഇവിടെ എൻ്റെ അമ്മയൊക്കെ ഇവിടുത്തെ അമ്മയൊക്കെ ഇരുന്ന് ഓരോ വീഡിയോസ് കാണുമ്പോൾ പറയും, അയ്യ അത് അങ്ങനെയാണ്, അവൾ ചെയ്യും പോലെയല്ല ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാം ചെയ്ത് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ പറയണതൊക്കെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. ഇത് ഞങ്ങളെങ്ങനെയാണ് ചെയ്യണത് ആ രീതിയാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ മുട്ടക്കറിക്കുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പച്ചവെള്ളത്തിൽ നനയ്ക്കണ ഇടിയപ്പത്തിൻ്റെ മാവ് അങ്ങോട്ടിട്ട് അതിനെ ഒന്ന് നനച്ചെടുത്താൽ പിന്നെ ഈ ഒരു മാവ് എനിക്ക് നല്ല സോഫ്റ്റായിട്ടും തോന്നും കേട്ടോ. നല്ല സോഫ്റ്റായിട്ടിരിക്കും. നമ്മൾ ചിലത് ഇടിയപ്പത്തിൻ്റെ മാവ് ഭയങ്കര കല്ലുപോലെയൊക്കെ ഇരിക്കുമല്ലോ, ഇടിയപ്പം തന്നെ കൊള്ളുപോലായിരിക്കും. പക്ഷേ ഇതെന്തായാലും അടിപൊളി മാവാണ്. അങ്ങനെ ഇനി ഇടിയപ്പം ഉണ്ടാക്കി വെക്കണം. കേശുവിനും ഇടിയപ്പം കൊടുത്താൽ മോൻ കഴിച്ചോളും. മാഗി അല്ലെങ്കിൽ ഇപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം അതൊക്കെ പറഞ്ഞാൽ അവനറിയാം ഇത് ഇപ്പിയൊന്നുമല്ല. മുമ്പ് ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് മാഗി എന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പം അവൻ ഇങ്ങോട്ട് പറയാം ഇത് മാഗിയൊന്നും അല്ല, ഇത് ഇടിയപ്പമാണെന്ന് പറയും. എന്നാലും ആൾക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അങ്ങനെ ചേട്ടൻ വരുമ്പോഴേക്കും ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ അങ്ങ് ആക്കി വെച്ചിരുന്നാൽ മതിയല്ലോ. ഞാൻ ഇത് ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴേക്കും ആളെന്ന് നേരത്തെ എത്തിയിട്ടുണ്ട്. ഞാനിന്ന് പറഞ്ഞു വിട്ടതല്ലേ നേരത്തെ എത്തിക്കണമെന്ന്. അതുകൊണ്ട് ആളെന്ന് നേരത്തെ എത്തി. കേശുവിന് കഴിക്കാനുള്ളതും പാലും സംഭവങ്ങളൊക്കെ ആയിട്ടാണ് ആൾ വന്നത്. അപ്പോൾ എൻ്റെ മുട്ടക്കറി ഇവിടെ റെഡിയായി. ഇനി മുട്ടയിൽ ഇങ്ങനെ കുറേ വര കൊടുത്തിട്ടാണ് അതിലേക്ക് ഇടണത്. അപ്പം മുട്ടയുടെ ആ കറിയൊക്കെ അതിലോട്ടങ്ങ് ഇറങ്ങി സെറ്റ് ആയിക്കോളുമല്ലോ. അങ്ങനെ മുട്ടക്കറിയും ഇവിടെ ഏകദേശം ആയി. നമ്മുടെ ഇടിയപ്പവും റെഡി ആയിട്ടുണ്ട്. നീ അലമാരായിരിക്കല്ലേ, അത് ഇതിന്റെ റിമോട്ടാണ്, ഇതിന് റിമോട്ടുണ്ട്. പിന്നെ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചാലും ഉണ്ടാക്കി ഉടനെ കഴിക്കുകയൊന്നുമില്ലല്ലോ. അങ്ങനെ അതിനെ കാസറോളിലോട്ടൊക്കെ ആക്കി വെച്ച് ഇനി കഴിക്കാൻ നേരത്ത് നല്ല ചൂടോടെ ഇരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ തണുത്ത് പോയാൽ എന്ത് സാധനവും കഴിക്കാത്ര ടേസ്റ്റ് കാണുമല്ലോ. അങ്ങനെ കാസറോളിലൊക്കെ ആക്കി വെച്ച് അപ്പോൾ ഇവിടെ ചേട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മിച്ചറും ചിപ്സും അതൊക്കെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് സ്ട്രീറ്റ് ലൈറ്റ് വന്നു. 1 വർഷമായി ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിയിട്ട്. ലൈറ്റ് കത്തിയപ്പോൾ എന്തോ ഉത്സവം പോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങി നിൽക്കാനായിട്ട് നല്ല രസമുണ്ട്. കറക്റ്റ് 1 വർഷമായി. നമ്മൾ പറഞ്ഞ് എത്ര ആൾക്കാരെടുത്ത് പറഞ്ഞ് അവസാനം ഇന്ന് അത് സാധിച്ചു കിട്ടി. ഭയങ്കര സന്തോഷം. ഓണം ഉത്സവമൊക്കെ വന്നതുപോലെയായി. അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അരിയാട്ടി വെക്കണമല്ലോ. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് അരിയാട്ടി വെക്കുന്നത്. അതുപോലെ തന്നെ 6 മണിയാകുമ്പോഴേ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടും. പിന്നെ 10 മണിക്ക് ശേഷം എപ്പോഴും കിടക്കാനായിട്ട് പോകും അപ്പോഴും മാത്രമേ ഫ്രിഡ്ജ് ഓണാക്കുകയുള്ളൂ. അങ്ങനെ അരി ആട്ടണത്, അരിയിൽ കുറച്ച് തേങ്ങയും കുറച്ച്
എന്തോന്ന് ചോറും കൂടെയൊക്കെ ഇട്ടിട്ടാണ് അരി ആട്ടുന്നത്. നമ്മൾ പുതിയ ജാറായിട്ട് നല്ലതുപോലെ അരഞ്ഞ് വരണമുണ്ട്, പെട്ടെന്ന് അരഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇനി ഇപ്പോഴും ഈ ചെറുതേ ഉള്ളൂ, ഇനി വലിയ ജാർ ശരിയാക്കാൻ കൊടുത്തിരിക്കുകയാണ്. ഒരെണ്ണം കൂടെ വാങ്ങി തരാമെന്ന് ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അരിയെല്ലാം ആട്ടി വെച്ച്, കുറച്ച് അരി മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ, അതൊക്കെ ആട്ടി വെച്ചിട്ട് ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ 1 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ഈസ്റ്റും ഇട്ടിട്ടുണ്ട്. ഈ 2 സംഭവങ്ങളും ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊക്കെ വെച്ചാൽ നാളെ ആകുമ്പോഴേക്കും നല്ല സെറ്റായിട്ടിരിക്കും, നല്ല പഞ്ഞി പോലത്തെ അപ്പം കിട്ടുകയും ചെയ്യും. അപ്പം നമ്മൾ സ്പൂണ് കൊണ്ട് അല്ലാണ്ട് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. അങ്ങനെ അതും അവിടെ റെഡിയാക്കി വെച്ച് ഗ്രീൻ പീസും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം നാളെ രാവിലത്തേക്കുള്ളത് 2 സംഭവങ്ങൾ അവിടെ റെഡിയാക്കി. ഇനി എല്ലായിടവും ഒന്ന് ഒതുക്കി ഫ്രിഡ്ജൊക്കെ തൂത്തല്ല, ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് വേണം കിടക്കാൻ പോകാനായിട്ട്. പിന്നെ നമ്മൾ ഈ ഇരുമ്പ് ചട്ടി ഉണ്ടല്ലോ, അപ്പച്ചട്ടി, അതിനൊന്ന് പരുവപ്പെടുത്തി വെച്ചിരിക്കും തലേദിവസം രാത്രി തന്നെ. അപ്പോൾ അതിനെ ഒന്ന് സ്ക്രബ്ബർ ഇട്ടിട്ട് നല്ലതുപോലെ കഴുകി ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി ആ വെള്ളമൊക്കെ അങ്ങ് കളഞ്ഞിട്ട് എണ്ണയൊക്കെ പുരട്ടി നല്ല സെറ്റാക്കി അങ്ങ് അടച്ച് വെച്ചിരിക്കും. അപ്പോൾ നാളെ ആകുമ്പോൾ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും. ചിലപ്പോൾ ഇത് പിണങ്ങി കളയും പിറ്റുന്നാകുമ്പോഴേ, പിന്നെ നമുക്ക് അപ്പം ചുടാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മുകളിലൊരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ പിടിച്ചെടുക്കാനുള്ള, അത് ഇളകി പോയതുകൊണ്ട് ഞാനിപ്പോൾ ഒരു തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഇത് പാടാണ് എടുക്കാനെല്ലാം. ഈ അപ്പച്ചട്ടി വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ അടപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ തുണിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ജോലികളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ജനലും വാതിലും ഒക്കെ അടച്ച് ഇനി നേരെ കിടക്കാനായിട്ട് പോകണം. എന്ന് ജനൽ തുറക്കണതല്ലേ നിങ്ങൾ കാണുന്നത്, അപ്പോൾ ഇന്ന് ജനൽ അടയ്ക്കേണ്ടത് കണ്ടാൽ മതി. വാതിലും ഒക്കെ അടച്ച് ഇനി അടുക്കള ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. പിന്നെ സിലിണ്ടർ മറക്കാതെ ഓഫ് ചെയ്ത് വെച്ചിട്ടേ കിടക്കുകയുള്ളൂ. അത് നമ്മൾ എവിടെ പോയാലും സിലിണ്ടർ ഓഫ് ചെയ്തിട്ടേ പോവുള്ളൂ. ഒരു പേടിയാണല്ലോ, എന്തായാലും ഗ്യാസ് അല്ലേ. അപ്പോൾ സിലിണ്ടറൊക്കെ ഓഫാക്കി അടുക്കളയൊക്കെ എല്ലാം വൃത്തിയാക്കി സെറ്റാക്കി പാത്രങ്ങളൊക്കെ കഴുകി പറക്കി വെച്ച് കേശു ഇതുവരെ ഉറങ്ങിയില്ല, അവിടെ കിടന്ന് കളിച്ചുകൊണ്ട് നടക്കുകയാണ്. ഞങ്ങളെപ്പോഴും ഉറങ്ങുന്ന അപ്പോൾ മാത്രമേ കേശു ഉറങ്ങുള്ളൂ. അങ്ങനെ അടുക്കള അടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അടുക്കള ക്ലോസ് ചെയ്ത് ഇനി അടുക്കളയിലോട്ടില്ല, ഇനി പോയി ഒന്ന് മേലൊക്കെ കഴുകണം, കിടക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഇനി ഹാളിലെ ജനലൊക്കെ അടയ്ക്കാനുണ്ടല്ലോ. അപ്പോൾ അടുക്കള എന്തായാലും ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഹാളിലെ ജനലൊക്കെ അടയ്ക്കുമ്പോഴേക്ക് ചിലപ്പോൾ ചേട്ടൻ ഗേറ്റൊക്കെ പൂട്ടും, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങി ഗേറ്റെല്ലാം പൂട്ടി ഇനി പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങണം. നാളെ രാവിലെ എഴുന്നേൽക്കാനുള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, അല്ല യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഞാനും പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഇനി കിടന്നുറങ്ങണം.